അപ്പോൾ ഹായ് ഹലോ ഗായ്സ്, ഞാൻ വെക്കേറ്റ് ആവുകയാണ് നാളെ. അപ്പോൾ ഞാൻ വെക്കേറ്റ് ആവുന്നതിനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുക്കുന്നതാണ്. ഇതാണ് എൻ്റെ റൂം നമ്പർ 38 ആണ് ഞാൻ താമസിച്ച ഹോസ്റ്റലിലെ ലാസ്റ്റ് റൂം. ഇതിൻ്റെ മുന്നേ ഞാനൊരു 3 റൂമിൽ താമസിച്ചിട്ടുണ്ട്. ഒരു റൂമിലൊരു 2 ദിവസവും ബാക്കി റൂമുകളിൽ ഇങ്ങനെ വേറെ വേറെ നമുക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. കണ്ടല്ലോ, നല്ല വൈറ്റ് പെയിൻ്റാണ്. ആദ്യം ഉണ്ടായിരുന്ന റൂം വൈറ്റ്, സെക്കൻഡ് റൂം പിങ്ക് ആയിരുന്നു, തേർഡ് റൂം ഇച്ചിരി മഞ്ഞ പോലത്തെ കളറുമായിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ നോട്ട്ബുക്കുകളും ആ റാക്കിൽ കാണുന്ന സാധനങ്ങളും കൂടെ നാളത്തേക്കൊന്ന് പാക്ക് ചെയ്താൽ മതി. ഈ കാണുന്നതൊക്കെ തോർത്തും ഇതുമാണ്. കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അലങ്കോലമായിട്ട് എടുത്തിട്ടാണ് ഇത്. ഞാൻ അലക്കിയിട്ട് ഉണങ്ങാത്ത തുണി 2 പാൻറ്റ് അങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നു കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ മഴയായപ്പോൾ ഓടിപ്പോയി തുണി എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അതാ എൻ്റെ റൂം, എൻ്റെ ഏരിയ, എൻ്റെ കിടക്ക, എൻ്റെ ഭാഗം ഇതാണ് ഗൈസ്. വിൻഡോൻ്റെ ഈ ഭാഗമായിട്ടാണ് എൻ്റെ കട്ടിൽ വരുന്നത്. ഇതെൻ്റെ വേറെ റൂംമേറ്റ്, അതായത് ആദ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ, പിന്നെ കുറച്ച് ഒരു ഇയർ മാത്രമേ ഞങ്ങൾ വേറെ റൂമായിരുന്നു, പിന്നെ എൻ്റെ കൂടെ വന്ന ആൾ. അപ്പോൾ ഇയാൾ നാട്ടിൽ പോയിരിക്കുകയാണ്, ഇയാളും വരും. ഇയാളൊരു 1.5 മാസം മേ ബി ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അവളും വെക്കേറ്റ് ആവും. ഇത് ഞങ്ങളുടെ മെയിൻ ഏരിയ, ഞങ്ങൾ ചാർജിനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഏരിയ. ലാപ്ടോപ്പ്, ഫോണ്, ഹെഡ്ഫോൺസ് എല്ലാം ചാർജ് ചെയ്യുന്ന ഏരിയ ആണിത്. അപ്പോൾ ഇതെൻ്റെ വേറെ റൂംമേറ്റ്, ഇവളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി 3 പേരും ആദ്യം വന്നപ്പോൾ ഉള്ള റൂംമേറ്റ്സാണ്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് പോകുമ്പോൾ സെയിം റൂമിൽ തന്നെ വന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. കണ്ടോ, നല്ല സ്പേഷ്യസ് ആയ റൂമാണ് ഈ ഹോസ്റ്റൽ കേട്ടോ. നല്ല